എല്ലാവർക്കും നമസ്കാരം. ചെക്കീസ് ടൈലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരു നെക്ക് ഡിസൈനാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ക്യാൻവാസിൽ ഇങ്ങനെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കഴുത്ത് അകലം എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. ഇവിടെ ഇറക്കം വരുന്നത് 5-ഉം 5-ൽ താഴെ നമ്മളിവിടെ ഒരു റൗണ്ട് ഷേപ്പ് വേറെയും കൂടി ഇട്ടിട്ടുണ്ട്. അത് വരുന്നത് 2-ഉമാണ്. ഇവിടെ 2-ഉമാണ്. അപ്പോൾ ഇത് മൊത്തം 7 ഇഞ്ച് ഇറക്കം വരും. പിന്നെ മുകളിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക് 12 ഇഞ്ച് ഇറക്കമാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി ഇതിലിട്ട് ഒരു ലൈനിങ്ങിൻ്റെ പീസിൽ നമുക്കിത് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് പീസ് അറ്റാച്ച് ചെയ്ത് വെച്ചു. പിന്നെ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഈ ലെങ്ത്, അതായത് കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 7 എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ഒരാൾക്കാണ്. നോർമൽ അധികം ഹൈറ്റ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ച് മതി. ഈ 2 ഇഞ്ചിൻ്റെ ഇവിടുന്ന് ഇവിടം വരെയുള്ള 5 ഇഞ്ച് എന്നുള്ളത് 4 ഇഞ്ച് എടുത്തിട്ട് ഇത് 2 ഇഞ്ച് തന്നെ 6 ഇഞ്ചിലേക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നൊരു കാര്യമാണ്. ഇത്രയും ഇറക്കം 7 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഒത്തിരി ഇറങ്ങിപ്പോയില്ലേ എന്ന് ഓർക്കും. പക്ഷേ അങ്ങനെയൊന്നുമില്ല, നല്ല ഹൈറ്റുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ചുരിദാർ മെറ്റീരിയലിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ചുരിദാറിൻ്റെ നല്ല ഭാഗമാണിത്. നല്ല ഭാഗം ഞാനിവിടെ ഒരു വി മാർക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാൻവാസിലും ഒരു വെട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്കിത് ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ കാണുന്ന മാർക്കിൽ കൂടി എല്ലാനും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിനി ഇതിൻ്റെ അകത്ത് നിന്നും ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ നേരെയും കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് അതേ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണും ആവും. നമുക്ക് ഇത് നൂലിൽ ഇടാതെ ഇങ്ങനെ മുറിക്കാം. ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇതുകൊണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ അരയൊക്കെ മുറിച്ചെടുത്തു. നമുക്കിത് മറിച്ചിടാം. മറിച്ചിടുമ്പോൾ ഓരോ എൻഡും നല്ല വൃത്തിക്ക് കുത്തി മറിച്ചെടുക്കുക. ഇത് മറിച്ചിട്ടിട്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം പ്രസ് ചെയ്ത് ഒന്ന് നേരെയാക്കി കൊടുക്കുക. അപ്പോൾ നല്ല വൃത്തിക്ക് ഇരുന്നോളും. അത് കോട്ടനൊക്കെ ആയതുകൊണ്ടിട്ട് നല്ല ഭംഗിക്ക് ഇത് വരും. പോളിസ്റ്റർ ഒന്നും അല്ലല്ലോ. പ്രത്യേകിച്ച് അജ്രക്കിൻ്റെ മെറ്റീരിയൽ ആകുമ്പോൾ നമ്മൾ എങ്ങനെ മടക്കിയിട്ടോ ആ ഒരു രീതിക്ക് തന്നെ ഇത് വന്നോളും. ഇനി ഇതിൻ്റെ ഈ ഓപ്പണിംഗ് ഭാഗത്ത് വയ്ക്കാനായിട്ട് ഇങ്ങനെ ഒരു പീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചീത്ത വശത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയുള്ള വർക്കൊക്കെ നമ്മൾ നേരത്തെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പൈപ്പിങ്, ഇതിപ്പോൾ നല്ല വീതിയുള്ളൊരു പൈപ്പിങ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതിങ്ങനെ മറിഞ്ഞിരിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം അറിയാനായിട്ട് ഞാൻ ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കണം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പോപ്പി സീഡും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ, പോപ്പി സീഡും ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്ത് കാണിച്ചിരിക്കുന്നത് തന്നെയാണ്. കാണാം, ഇതൊരു 10 എണ്ണമുണ്ട്. നമുക്കിത് വെച്ച് നോക്കാം.
നമുക്ക് ഈ പോപ്പി സീഡ് വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പ്രഷർ ഫുഡൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓരോ പോപ്പി സീഡ് വയ്ക്കുമ്പോഴും ഇതിങ്ങനെ പൊക്കി നമുക്കൊന്നേന്ന് ഇങ്ങനെ വെച്ച് തുടങ്ങാം. അപ്പോൾ കറക്റ്റ് ഈ സെൻറ്ററിൽ തന്നെ ഈ ഉള്ളിലത്തെ പീസ് വരാനാണ് ഞാൻ അവിടെ ഒരു മാർക്ക് ഇട്ടത്. അത് കറക്റ്റായിട്ട് വരണുണ്ടോ എന്ന് നോക്കുക ആദ്യം തന്നെ. പിന്നെ ഇതിൻ്റെ ഈ നമ്മൾ കെട്ടിയതിൻ്റെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ക്ലോത്തിൻ്റെ ഭാഗം, അതൊക്കെ ഒതുക്കിയൊക്കെ ഒന്ന് വെച്ചിട്ട് ഓരോന്നോരോന്നൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ നൂലൊക്കെ പുറത്ത് വരാത്ത രീതിയിലും എല്ലാം ഒന്ന് അകത്തേക്ക് തന്നെ ആക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. ഞാൻ രണ്ടെണ്ണം വെച്ച് വളരെ സ്ലോവിൽ ചെയ്താൽ മതി. ഒട്ടും ധൃതിയില്ലാതെ വേണം ഇങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല വൃത്തിയും ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി മറുവശവും കൂടി ഉണ്ട്. നമുക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോപ്പി സീഡിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഈ പോപ്പി സീഡ് ഇതിൻ്റെ പുറത്തു കൂടി ഇങ്ങനെ ഇരിക്കാൻ പാകത്തിന് ഇച്ചിരിയും കൂടി നമ്മളൊന്ന് കയറ്റി വയ്ക്കാം. ഒന്ന് ലേശം ഒന്ന് തള്ളി വെച്ചിട്ട് ഈ പോപ്പി സീഡിൽ സൂചി കുത്തരുത്. വളരെ സൂക്ഷിച്ച് വേണം ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കണ്ടോ? പിന്നെ ഇവിടെ ഈ പ്രഷർ ഫുഡിന് വേറെ ഒരു കമ്പി ഇല്ലാതെ ഇത് നമ്മൾ ഈ നോർമൽ പ്രഷർ ഫുഡിന് ഇങ്ങനെ ഒരു കമ്പിയും കൂടി ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മളുടെ കൈ പെടൂല. പക്ഷേ ഇതിന് അങ്ങനെ ഒരു ഭാഗമില്ലാത്തത് കാരണം നമ്മുടെ കൈ ഡയറക്റ്റ് പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വളരെ സൂക്ഷിക്കണം. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോ പോപ്പി സൈഡും ഇതിൻ്റെ മുകളിൽ, ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ പീസിൽ ഇങ്ങനെ വിരലൊടിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ പൊങ്ങി വരും. നമുക്കിനി ഇതിൻ്റെ ബാക്ക് പീസും കൂടി അറ്റാച്ച് ചെയ്യണം. ഇതിൻ്റെ ചുറ്റുമൊക്കെ സ്റ്റിച്ച് ചെയ്ത് ബാക്ക് പീസും അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചിലുള്ള ചുരിദാറാണിത്. പോപ്പി സൈഡൊക്കെ വെച്ച് സെയിം നെക്ക് പാറ്റേൺ തന്നെയാണ്. ചുരിദാർ തയ്ച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. രണ്ട് കളറിൽ ഒരേ പാറ്റേണിലുള്ള രണ്ട് ചുരിദാറായിരുന്നു ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. താങ്ക് യു.